ഹലോ, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്സിൻ്റെയാണ് കേട്ടോ. നോമ്പ് തുറക്കൊക്കെ പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതുപോലെ ചെറുപഴം, നല്ല പഴുത്ത പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ കറുത്ത തൊലിയുള്ള പഴമല്ലേ, അതൊക്കെ എടുക്കാം കേട്ടോ. ഇത് 4-5 ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ നേന്ത്രപ്പഴം എടുക്കണ്ട, ചെറുപഴം, മൈസൂർ പാളയംകോടൻ പഴം, ഞാലിപ്പൂവൻ, അങ്ങനത്തെ പഴമൊക്കെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. മിക്സിയിലൊന്നും അടിക്കണ്ട കേട്ടോ. ഒരു സ്പൂൺ കൊണ്ടോ ഇതുപോലെ ഫോർക്ക് കൊണ്ടോ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഒരു 1.5 ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കര പൊടിച്ചതും വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്സിന് നല്ല ടേസ്റ്റ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഏലക്കായ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. ഏലക്കായ ഒന്ന് വെറുതെ ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖമായി അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2-3 വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഗോതമ്പ് പൊടി തന്നെ എടുക്കണേ, മൈദപ്പൊടി ചേർക്കണ്ട. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും ചേർത്ത്, ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും പഴമൊക്കെ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് നാളികേരം ഒന്ന് ചിരവി നല്ലോണം ഇട്ടുള്ളൂ കേട്ടോ. ഒരു അരമുറി നാളികേരം ഞാൻ ചിരവിയത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് കോൺഫ്ലവർ ചേർക്കാം കേട്ടോ. ഞാൻ അരിപ്പൊടി ചേർത്ത കാരണം കോൺഫ്ലവർ ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തോളൂ കേട്ടോ. കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്താൽ മതി. ഇനി നമുക്ക് ഒന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിൽ ചൂടാക്കി എടുക്കട്ടെ. ഞാൻ വെളിച്ചെണ്ണയാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടി നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യിൻ്റെയൊക്കെ മണം വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളത് നെയ്യൊക്കെ ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഓയിലൊക്കെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. ഓയിൽ മീൻസ് കോക്കനട്ട് ഓയിൽ കേട്ടോ. അതൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഇതേപോലെ ഇങ്ങനെ നുള്ളി ഓരോ പഴത്തിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാലിപ്പൂവനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് വരെ ഈ സ്നാക്സ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വിശക്കുമ്പോഴൊക്കെ ഒന്നുമില്ലെങ്കിൽ പഴവും കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്ത് അരിപ്പൊടിയൊക്കെ കൂടി, നാളികേരം ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നാളികേരം ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നാളികേരം കൊത്തിനേക്കാളും ടേസ്റ്റ് നാളികേരം ചിരവിയണതാണ്. എന്നിട്ട് ഇതേപോലെ നുള്ളി ഇടാം. അത് കാരണമാണ് ഈ സ്നാക്സിന് പഴം നുള്ളിയിട്ടത് എന്ന് പേര് വരാൻ കാരണം. ഇങ്ങനെ നുള്ളി കൈകൊണ്ട് ഇങ്ങനെ ഓരോ പഴത്തിൻ്റെ മിക്സും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇതുപോലെ മുറിച്ച് എടുക്കാം. പഴം ബോൾസ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ പഴം പുഴുങ്ങിയിട്ടാണ് തോന്നുന്നു ചെയ്തിട്ടുള്ളത്. അത് ഇതേമാതിരി പുഴുങ്ങിയിട്ട് നാളികേരമൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാനതിൽ. അതുപോലെ അതും ഇതുപോലെ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അത് നേന്ത്രപ്പഴം കൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ചെറുപഴമാണെന്ന് മാത്രം. അങ്ങനെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് അല്ലേ ഈ ഒരു സ്നാക്സ്. നോമ്പൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് മടിയൊക്കെ ഉള്ള ദിവസം ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ എന്തായാലും കടികൾ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലൊരു കടികൾ ഉണ്ടാക്കിയെടുത്താൽ മതി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുള്ളൂ. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. മസ്റ്റ് ട്രൈ റെസിപ്പിയാണേ. പഴം കൊണ്ട് ഒരുപാട് റെസിപ്പി നമുക്ക് ഉണ്ടാക്കാം അല്ലേ. പഴം ഇങ്ങനെ അരച്ചിട്ട് ഗോതമ്പ് പൊടിയും ഇതേമാതിരി നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണ പലഹാരം, എണ്ണയിലൊന്നും പൊരിക്കാത്ത പലഹാരം നല്ലതല്ലേ ഹെൽത്തിന്. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നേന്ത്രപ്പഴം കൊണ്ടാണെന്ന് മാത്രം. അങ്ങനെ ഒരു ട്രിപ്പ് നമ്മുടെ പഴം നുള്ളിയിട്ടത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ.
ഇനി എല്ലാ പഴം നുള്ളിയിട്ടതും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പഴം പോളയുണ്ട്, പിന്നെ കായ്പോളയുണ്ട്, പിന്നെ എന്താണ് പഴം ഇതൊക്കെ ഇങ്ങനെ വാട്ടിയിട്ട് നെയ്യിലൊക്കെ ഇട്ട് വാട്ടിയിട്ട് ഉന്നക്കായ ഉണ്ട്, കുട്ടികൾ ചെറിയ ചെറിയ സ്പൂൺ പഴംപൊരി ഉണ്ട്, പിന്നെ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ പറ്റിയ പഴം കൊഴുക്കട്ടയുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പഴം കൊഴുക്കട്ട. പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട് ഉന്നക്കായ ഉണ്ട്, പിന്നെ ചെറുപഴം കൊണ്ട് നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാം, പിന്നെ എന്താണ് ചെറുപഴം കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാം. ഞാലിപ്പൂവൻ പഴം വേണം ഷേക്ക് ഉണ്ടാക്കാൻ എടുക്കാനായിട്ട്. അതുപോലെ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാം നമുക്ക് ഈ പഴം കൊണ്ട്. അങ്ങനെ 2 ട്രിപ്പ് പഴം നുള്ളിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ 5 ചെറിയ പഴം കൊണ്ട് ഒരു ബൗള് നിറയെ പലഹാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക് യു.